ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു. വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. ഇടുക്കിയിലും മലപ്പുറത്തും ഓറഞ്ച് അലേർട്ടാണ്. അടുത്ത 5 ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ ശക്തി പ്രാപിക്കും. ഇടുക്കിയിലും മലപ്പുറത്തുമാണെന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട് ഉൾപ്പെടെ 8 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, പാലക്കാട്, കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 35 കിലോമീറ്റർ മുതൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യത. പ്രതികൂല കാലാവസ്ഥയായതിനാൽ തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. മഴവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും മുന്നിൽ കണ്ട് അധികൃതരുടെ നിർദ്ദേശപ്രകാരം മാറി താമസിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. തിരുവനന്തപുരം ജില്ലയുടെ മലയോര മേഖലയിൽ പെയ്ത മഴയിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. വെള്ളറട പനച്ചമൂട് സർവീസ് സഹകരണ ബാങ്കിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന റേഷൻ കടയിൽ വെള്ളം കയറി റേഷനരി ഉപയോഗശൂന്യമായി. മറ്റ് ഭക്ഷ്യസാധനങ്ങൾക്കും കേടുപാടുണ്ടായി. വിളപ്പിൽ ശാലയിൽ ശക്തമായ കാറ്റിലും മഴയിലും മരം വീണ് കാർ തകർന്നു. EMS അക്കാദമിയിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന് മുകളിലേക്ക് മരം വീഴുകയായിരുന്നു. അപകട സമയം കാറിൽ ആളില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലയിലും പമ്പാവാലി, മൂക്കൂട്ടുതറ എന്നിവിടങ്ങളിലും കനത്ത മഴ പെയ്തു. 24 തിരുവനന്തപുരം.